ഹായ്. അപ്പോൾ ഇന്നത്തെ ഊണം സിമ്പിളാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചോറ് അങ്ങനെ 1:30 ആവുന്നു. അപ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതി ചോറെടുത്തു. ഗംഭീരമാണെന്നൊന്നും പറയാൻ പറ്റില്ല, കുറേ ലൊട്ടിലൊടുക്ക് കൂട്ടാൻസാണ്. ഇത് ഒഴിച്ചു കറി വെക്കുന്ന വലിയ ഒരു രീതിയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഒഴിച്ചു കറി അങ്ങനെ വേണമെന്നില്ല. എന്നാലും ഇന്ന് ഞാൻ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ലൊരു രസം വെച്ചു. രസം വയ്ക്കുന്ന അറിയാമല്ലോ. രസത്തിന് വെറുതെ പുളി കലക്കിയ വെള്ളത്തിലേക്ക് ഞാനൊരു തക്കാളി ഇട്ട് വേവിക്കും. എന്നിട്ട് അതിലേക്ക് കടുവറുത്ത് മുളക് കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ താളിച്ചെന്നിട്ട് അതിനകത്തേക്ക് ഇടും. അതാണ് എൻ്റെ രസം കേട്ടോ. പിന്നെ ഞാനിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചയാമൻസയും പരിപ്പും കൂടെ ഒരു തോരൻ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യലെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നല്ല വിശദമായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് തരും. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റുള്ള നല്ലൊരു തോരനായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഇനി ഞാൻ കഴിച്ച് കഴിയുമ്പോഴറിയാം അതിൻ്റെ ഫുൾ ടേസ്റ്റ് കേട്ടോ. നല്ല ഹെൽത്ത് വൈസ് ആണെങ്കിലും നല്ലൊരു സംഭവമാണ്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണുമല്ലോ. ഇനി അടുത്തത് ചെറുപയർ കൊണ്ടേ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടേ. ചെറുപയർ കൊണ്ട് മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ അത് ഈസിയാണ്, പെട്ടെന്നാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഈ മുളക് ചതച്ചതും ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റും, വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റും. എന്നിട്ട് നേരെ അതിനകത്തേക്ക് നമ്മുടെ ചെറുപയർ ആഡ് ചെയ്ത് കുറച്ച് നേരം ഇളക്കും. നല്ല ടേസ്റ്റാണ്, തോരനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഉണ്ണാൻ നല്ല രസമാണല്ലോ എന്ന് വെച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ എന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ മുളക് ചുട്ട് ചമ്മന്തി അരച്ചിരിക്കുന്നത് കേട്ടോ. ഇതാ അതും കൂടെ കുറച്ചുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഊണാണ്. നിങ്ങൾക്കെല്ലാം റെഡി ആയിട്ടില്ലേ? ഊണ് റെഡി ആയല്ലോ അല്ലേ? എല്ലാവരും ഇപ്പോൾ ഊണ് കഴിക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ബായ്.